ഏ എന്തുവാ 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 ഏ എന്തുവാടാ പറയുന്നു ജാനിക്കുട്ടി ജാനിക്കുട്ടി ഒരു കമന്റ് കണ്ടായിരുന്നോ? ജാനിക്കുട്ടി പാട്ട് പാടത്തില്ലായിരുന്നോ? മഴപ്പാട്ട്. അന്നേരം പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ട കണ്ടായിരുന്നോ? ഒരു ചേച്ചി, ജാനിക്കുട്ടി ഇങ്ങനെ ചിരിക്കല്ലേ, ജാനിക്കുട്ടിയെ ഞാൻ കടിച്ച് പിടിച്ച് കടിച്ച് തിന്നുവെന്ന്. കേട്ടോ? അന്ന് കണ്ടില്ലയോ? അച്ഛനെ ഫ്രീക്കനാക്കിയോ? ആരെന്റെ പൊന്നിന്റെ മുടി വെട്ടി? ആരാ മുടി വെട്ടി? അച്ഛാ വെച്ചേ, അച്ഛാ വെച്ചേ, അച്ഛാ അച്ഛാ ഉണ്ട്. ലാഭം എടുക്കാനാ ഞാൻ എന്തെടുത്താലും അത് വേണം, അത് കൊടുക്കാം. ടാറ്റ പറ, ടാറ്റ ടാറ്റ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് ജാനിക്കുട്ടിയുടെ കയറി കുറച്ച് താമസിച്ചു കേട്ടോ. മോൻകുട്ടൻ രാവിലെ ആയിരുന്നു ട്യൂഷൻ. വൈകുന്നേരം മോൻകുട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മയുടെ ഇരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് താമസിച്ചു. 10 മിനിറ്റ് ഇവിടെ താമസിച്ചാണ് വന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് ബ്രെഡും പിന്നെ ഒരു കവറ് പപ്പടവും സോനപ്പപ്പടി കണ്ടപ്പോൾ ഒരു കൊതി, അത് ചെറിയൊരു പാക്കറ്റായിട്ടോ വാങ്ങിച്ചു. 2 പാക്കറ്റ് പാലും മേടിച്ചു. പിന്നെ അവിടുന്ന് 1/2 കിലോ പഴം മേടിച്ചു. 1/2 കിലോയെ മേടിച്ചുള്ളൂ, കാരണം 1 കിലോയ്ക്ക് 100 രൂപയാന്ന് പറഞ്ഞു. അതുകൊണ്ട് 1/2 കിലോ മേടിച്ചു. നാളെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് ഞാൻ ഇരിക്കുവാണേ. അപ്പം പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. മോനുകൂട്ടന് സൺഡേ സ്കൂളുണ്ട്, അപ്പോൾ എനിക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടത്. അപ്പോൾ വരുമ്പോൾ വിശന്ന് വയറ് കത്തിയായിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് പോകാം. എന്നിട്ട് വരുമ്പോൾ പുട്ടുണ്ടാക്കി പഴവും ചായയൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാട്ടോ. അതിന് മാത്രമല്ല, നമുക്ക് മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനൊക്കെ കുറേ ദിവസങ്ങൾ നമ്മളൊരാളിനെ തിരക്കുവാണ്. മരം വെട്ടിയിട്ട് മൊത്തം കരിയിലായിട്ടൊക്കെ കിടക്കുക. പിന്നെ മരം വെട്ടി അതിൻ്റെ കുഞ്ഞ് പീസ് ഇങ്ങനെ മുറ്റം നിറയാൻ തൂത്തെടുക്കാനൊക്കെ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഒരാളിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ചിലപ്പോൾ നാളെ വരും. അപ്പോൾ അവർക്ക് കൂടെ എന്തെങ്കിലും രാവിലെ ഫുഡൊക്കെ കൊടുക്കണം. ചിലപ്പം രാവിലെ വരും. നമ്മൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പുള്ളിക്കാരി കൂടെ കൊടുക്കണമല്ലോ. പിന്നെ മീനൊക്കെ നോക്കി, മീനൊക്കെ എനിക്ക് അങ്ങോട്ട് തൃപ്തിയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കോഴിയെ മേടിച്ചു. അപ്പം നാളത്തേടെ നമുക്ക് അങ്ങനെയൊക്കെ ഓടിക്കാം. പിന്നെ ഇന്നത്തേക്ക് രാത്രിയിലത്തെ പണികൾ, അടുക്കളയിൽ പണികളൊന്നും ഇല്ല കേട്ടോ. ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. മീൻകറിയും മീൻ വറുത്തതും മോരുകറിയും ചോറും ഇരിപ്പുണ്ട്. കൂട്ടത്തില് മാമിയുടെ സ്പെഷ്യൽ അവിയൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇതൊക്കെ കൊണ്ടങ്ങ് നമുക്ക് ഓടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മുത്ത് വിളിക്കുന്നുണ്ട്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ചവരെ പോയിട്ട് വീട്ടിലോട്ട് വന്നു. എന്നിട്ട് വിളിച്ചായിരുന്നു. ഇനിയിപ്പോ തിങ്കളാഴ്ച യൂണിഫോമിന്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള ആള് വരും. അപ്പൊ ഉടനെ തന്നെ യൂണിഫോം റെഡി ആകുമായിരിക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പകലത്തെ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും ഇന്ന് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയൊന്നു കുളിച്ച് ജപിച്ചിട്ട് വരാം. അമ്മ പ്രാർത്ഥിക്കാനിരുന്നു, ഞാൻ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. മോനുകുട്ടൻ ബൈബിളും പുസ്തകമൊക്കെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ നേരത്തെ അങ്ങ് ചോറുണ്ണാൻ പോവാട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാന്ന് വിചാരിച്ചു. മോനുകുട്ടനും വിശപ്പായില്ല എന്ന് പറഞ്ഞ്
പിന്നെ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള തുണികൾ തൊട്ട് ഇങ്ങനെ കുറേശ്ശെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ പ്രയാസമായതുകൊണ്ട് കുറേശ്ശെ കഴുകിയിട്ട് ഉണങ്ങുന്ന എടുത്തിടും, ബാക്കി പിന്നെ നനയ്ക്കും. അങ്ങനെയാണ്. ബെഡ്ഷീറ്റൊക്കെ നനയ്ക്കാനുണ്ട്, അതൊന്നും കഴുകിയിട്ടില്ല. നാളെ തുണി കഴുകുണ്ട്, അതുകൊണ്ട് ഇന്ന് കുറേ തുണികൾ പെറുക്കി ഉണങ്ങിയതെല്ലാം പെറുക്കിക്കൊണ്ട് വന്നു. മടക്കി വെക്കണം. ഓലക്കൂട്ടം കഴിഞ്ഞ ദിവസം തുണി മടക്കാനാന്ന് പറഞ്ഞൊക്കെ എടുത്തു വെച്ച് മടക്കിയില്ല, എല്ലാം എടുത്ത് അലമാരിക്കകത്ത് വെച്ചിട്ടങ്ങ് പോയി. ഇപ്പൊ അതെല്ലാം മടക്കും. അമ്മയുടെ തുണി മടക്കി തരൂ. ഞാൻ എന്റെ തുണി മടക്കുന്ന ഓള് മടക്കിട്ടെ. ചേച്ചനെ വിളിക്കണ്ടേ? ചേച്ചനെ വിളിക്കണ്ടേ? അയ്യോ, ഒരു ആന്റി പറഞ്ഞായിരുന്നു മോനുകുട്ടന് ഒരു ചക്കരയുമ്മ കൊടുത്തേക്കണേന്ന് കേട്ടോ. അമ്മ ചക്കരയുമ്മ തന്നു. മോനുകുട്ടനോട് പറഞ്ഞോന്നും ചോദിച്ചായിരുന്നു. അമ്മ പറഞ്ഞേ. പിന്നെ മോനുകുട്ടൻ കുറേ പേർക്ക് ഹായ് പറയണേന്നൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും കൂടി ഒരു ഹായ് ഒരു ചക്കരയുമ്മയും കൊടുത്തേക്ക്. ആ പറ. ഒരു തുണി ഒന്ന് മടക്കി തരാൻ ഞാനൊന്ന് പറഞ്ഞു പോയി. അതിന് എന്റെ ഷാള് കാണിക്കുന്ന പരിപാടി കണ്ടു. ഇതൊക്കെ എവിടുന്നാ എങ്ങനെയാ പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനൊന്നും അല്ലത്. അത്താഴം കഴിക്കാൻ പോവാട്ടോ. അതിന് മുമ്പേ മുത്തിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. നമ്മള് ഈ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തുള്ള വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണായത്. ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനും ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ഫോൺ മേടിച്ചായിരുന്നു. അതിന് ശേഷം കുറെ നാളായി കേട്ടോ. അപ്പൊ ഈ സിം രണ്ടും ഇതിനകത്തും ആ പുതിയ ഫോണിൽ വീഡിയോ എടുക്കാൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നെറ്റ് കിട്ടാതൊക്കെ വരുമ്പോഴൊക്കെ. പക്ഷെ മുത്തിനെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷം എൻ്റെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഫോണിനകത്ത് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു, സിം ഇട്ടിട്ടില്ലായിരുന്നു. സിം ഇതിനകത്തൊന്ന് നെറ്റ് ഷെയർ ചെയ്ത് വീഡിയോ എടുക്കാൻ മാത്രമാണ് അത് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഒരു സിം എടുത്തിട്ട്, ഇതിനകത്ത് 2 സിം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു സിം എടുത്ത് ആ ഫോണിനകത്ത് വിട്ടു. ഇതിനകത്താണ് എല്ലാരും വിളിക്കുന്നത്, ഈ നമ്പറിലാണ്. മറ്റേ നമ്പർ ബിസിനസ് അക്കൗണ്ട് ആയിരുന്നേ. അപ്പൊ നമ്മുടെ ഓൺലൈൻ സെയിൽസ് ഒക്കെ നടന്നിരുന്ന സമയത്തുള്ള നമ്പറാണ്. അതങ്ങനെ ആരും വിളിക്കാറില്ല, ഈ നമ്പറിലാണ് എല്ലാരും വിളിക്കുക. അപ്പൊ ഇതിനകത്ത് വിളിക്കും, അതിനകത്ത് ഇപ്പൊ വീഡിയോ എടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. മോനുകുട്ടനും അമ്മയെ നേരത്തെ കഴിച്ചു, മോനുകുട്ടനും കഴിക്കാൻ പോവാ, ഞാനും കഴിക്കാൻ പോവാണ്. അതിന് മുമ്പ് മുത്തിനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഹലോ, എന്ത് വർക്കുവാ? എന്താ പ്രോട്ടീനോ? അയ്യോ, അങ്ങനെ രാത്രിയിലത്തേക്ക് എന്തുവാ? കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോ പ്രോട്ടീൻ എടുത്തോണ്ട് എനിക്ക് കുറയൊന്നും വേണ്ട. പിന്നെന്തുവാ? പിന്നെ ഇല്ല, കഴിക്കാൻ പോവാ. മീൻ വറുത്തതില്ലല്ലോ. എവിടെ ഇരിക്കുന്നു ബ്ലേഡ് മീന്? ആ, ഇനി മേടിക്കുമ്പോ വറുത്തായിരുന്നു കേട്ടോ. വിളിയും പറച്ചിലും ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചോറിനട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. മോനുകുട്ടൻ കഴിക്കുക, അമ്മ കഴിച്ചു കഴിഞ്ഞു.
കേട്ടോ. ഇന്നുകൂടെ ആവുമ്പോൾ മീൻകറി തീർന്നു. ഈ മാമി തന്ന അവിയലിച്ചിട്ടെടുക്കട്ടെ. മീൻകറിയും അവിയലും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. മീൻ വറുത്തതുണ്ടോന്ന് നോക്കട്ടെ. മീൻ വറുത്തത് തീർന്നു. നമുക്ക് ചമ്മന്തിപ്പൊടിയും കൂടെ എടുക്കാം കേട്ടോ. ചമ്മന്തിപ്പൊടി എടുത്തു. നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒക്കെ കുറവാണ്, കാരണം അടുക്കളയിൽ പാചകമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും എൻ്റെ പ്രിയങ്ങളെ കാണാതെ മിണ്ടാതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണെങ്കിലും അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം അറിയിക്കുവാണ്. എല്ലാവരെയും ദൈവം കാക്കട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇനി കാണാട്ടോ. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.